എവ്രിവൺ, പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ഉണ്ടാക്കാം. ചില്ലി ബ്രെഡ്. ചില്ലി ബ്രെഡിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് 8 വൈറ്റ് ബ്രെഡാണ്. നിങ്ങളുടെ കയ്യിൽ വീറ്റ് ബ്രെഡ് ആണെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ബ്രെഡിലേക്ക് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് അധികം ബട്ടർ യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പാനിൽ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് അതിൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്താലും മതി. ഞാനിവിടെ ഓരോ ബ്രെഡിലും ബട്ടർ സ്പ്രെഡ് ചെയ്തതിന് ശേഷമാണ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. എല്ലാവരുടെയും കിച്ചണിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് സവാള, കുറച്ച് തക്കാളി, പിന്നെ ജിഞ്ചർ ആൻഡ് ഗാർലിക് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, 2 മുട്ട. ഇതൊക്കെയാണ് നമ്മൾ ചില്ലി ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കടന്നാലോ. ആദ്യം നമുക്ക് നമ്മുടെ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ യൂസ് ചെയ്തിട്ടില്ല, നമ്മൾ ഓൾറെഡി ബ്രെഡിൽ ബട്ടർ ഉണ്ടെങ്കിൽ സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. ബ്രെഡ് 2 സൈഡും നന്നായിട്ട് ടോസ്റ്റ് ആയി വരുന്നത് വരെ നമുക്ക് 2 സൈഡും മറിച്ചിട്ടിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. എല്ലാ ബ്രെഡുകളും നന്നായി ടോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ ബ്രെഡുകളെല്ലാം വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നൈഫ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ബ്രെഡ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ബ്രെഡിൻ്റെ സൈഡ് കഴിക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആ 4 സൈഡും ഒരു നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയാം. ഞാനിവിടെ ബ്രെഡിൻ്റെ എല്ലാ സൈഡും യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ ബ്രെഡുകളും വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റി വയ്ക്കുന്നു. റെസിപ്പി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബട്ടർ തന്നെയാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽസും യൂസ് ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിലേക്ക് നമ്മൾ വളരെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ജിഞ്ചർ ആൻഡ് ഗാർലിക് ഓരോന്നായിട്ട് ആഡ് ചെയ്യുന്നു. ഒരു മിനിറ്റോളം ഈ ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെയും ആ ഒരു റോ സ്മെല്ല് പോകുന്നത് വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ. വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. സവാളയും കൂടി ആഡ് ചെയ്ത് സവാള നല്ല സോഫ്റ്റ് ആവുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ ഘട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല സോഫ്റ്റായിട്ട് സവാള വരുമ്പോൾ നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് ടർമറിക് പൗഡറാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മാത്രമാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. മഞ്ഞൾപ്പൊടിയുടെ സ്മെല്ല് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നല്ല മുളക് പൊടിയാണ്. അത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നല്ല റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂണോളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 പൊടികളും ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ സ്മെല്ല് പോകുന്നത് വരെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഈ ടൈമിൽ ബട്ടർ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഏതെങ്കിലും ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യരുത്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഗരം മസാലയാണ്. അത് 1 ടീസ്പൂണോളം ഗരം മസാല നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നു. എല്ലാ പൊടികളും നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ടൊമാറ്റോസ് നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ നേരം ഒരു 2-3 മിനിറ്റോളം നമ്മൾ തക്കാളി നന്നായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് നേരം അടച്ചു വെച്ച് തന്നെ തക്കാളി നന്നായി വേവുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. തക്കാളി നന്നായിട്ട് കുക്കായി കഴിഞ്ഞ് വരുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറി ലീവ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. തക്കാളി നല്ല പേസ്റ്റ് ആയിട്ട് വരുന്ന ഒരു അവസ്ഥയിലെത്തുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന എഗ്ഗ് ആഡ് ചെയ്യാവുന്നതാണ്. എഗ്ഗ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ 2 എഗ്ഗ് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 എഗ്ഗ് ആഡ് ചെയ്താലും മതി. എഗ്ഗ് നന്നായിട്ട് ആഡ് ചെയ്ത് അതിനെ മിക്സ് ചെയ്തിട്ട് നന്നായി കുക്ക് ചെയ്തെടുക്കണം. എഗ്ഗ് അത്യാവശ്യം കുക്കായി കഴിയുമ്പോൾ നമുക്ക് ഈ വെജിറ്റബിൾസിൻ്റെ മസാലയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഇപ്പോൾ നമ്മുടെ ചില്ലി ബ്രെഡ് മസാല ഓൾമോസ്റ്റ് റെഡിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ കഷ്ണങ്ങളും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയിലേക്ക് എല്ലാ ബ്രെഡ് കഷ്ണങ്ങളും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇത് കുക്കാവാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മളുടെ ചില്ലി ബ്രെഡ് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന ഒരു വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.